എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവകുമാർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രികോണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഒരു സീരീസ് ആയിട്ട് നമ്മൾ ആരംഭിച്ചിരുന്നു. അതിനകത്ത് ട്രയാങ്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്പ് ട്രയാങ്കിൾസ് ആണ് പ്രധാനമായിട്ടുള്ളത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മത്സര പരീക്ഷകൾക്ക് ആ മേഖലയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരാം, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകളാകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? മട്ടത്രികോണം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരാംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, ഏതൊരു ട്രയാംഗിൾ എടുത്താലും അത് ഇക്വിലാറ്ററൽ അഥവാ സമഭുജ ത്രികോണമാവട്ടെ, സമപാർശ്വ ത്രികോണമാവട്ടെ, മട്ടത്രികോണമാവട്ടെ, എന്ത് ട്രയാംഗിൾ ആയാലും ആംഗിളുകളെ മൂന്ന് പേരും കൂടെ കൂട്ടുമ്പോൾ എപ്പോഴും എത്രയേ കിട്ടത്തുള്ളൂ? 180 കിട്ടത്തുള്ളൂ. 180 ഡിഗ്രി, അതായത് മൂന്ന് ആംഗിൾ കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇനി മട്ടത്രികോണത്തിന്റെ പ്രത്യേകത, ഈ കോൺ എന്തായാലും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 180 നിന്ന് 90 പോയാൽ ബാക്കി എത്ര കിട്ടും? 90 കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. ബാക്കി രണ്ടുപേരെ തമ്മിൽ ആഡ് ചെയ്താൽ എല്ലായ്പ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നോക്കാം, ആരെയൊക്കെ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. 40 70 കൂട്ടിയാൽ 110 ആണ്. സോ ഓപ്ഷൻ എ അല്ല. 50 60 കൂട്ടിയാൽ 110 ആണ്. 45 60 കൂട്ടിയാൽ 105 ആണ്. 30 60 കൂട്ടിയാൽ 90 കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അവിടെ ഓർമ്മിക്കേണ്ട പ്രോപ്പർട്ടി ഇതാണ്, ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി. 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതിനകത്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബാക്കി രണ്ടുപേരെയും കൂട്ടുമ്പോൾ ബാക്കി എത്ര കിട്ടും? 90 കിട്ടും. ഓപ്ഷനിൽ അത് കിട്ടണം. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ ഒരു കോൺ 50 ഡിഗ്രി ആയാൽ അടുത്ത കോൺ എത്ര? അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ മൂന്ന് ആംഗിൾ ഇല്ലേ, ഒരാളുടെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിന്തിക്കും. അതാണ് ഇവിടെ ഒരു വാക്ക് പറഞ്ഞേക്കുന്നത്, മട്ടത്രികോണം. മട്ടത്രികോണം ആയതിൽ ഒരാംഗിൾ എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ബാക്കി രണ്ടുപേരുണ്ട്, അതിൽ ഒരാംഗിൾ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്? 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ആളെ കണ്ടുപിടിച്ചുകൂടെ? ഒരാംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എത്ര ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞു? 90 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഉള്ള ഒരാംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 90 കിട്ടണം. ഇത് കിട്ടാനായിട്ട് രണ്ടുപേരെ കൂടെ കൂട്ടിയാൽ 90 ആണെന്ന് അറിയാം. 90 നിന്ന് ഇയാളെ കുറച്ചാൽ മതി. 90 നിന്ന് 50 കുറച്ചാൽ 40 ഡിഗ്രി. അപ്പൊ ഇത്രയേ ഉള്ളൂ. രണ്ട് ആംഗിൾ ഉണ്ട്, അതിൽ രണ്ടുപേരെയും കൂടെ ചേർത്താൽ 90 ആണെന്ന് അറിയാം. ഒരാൾ അറിയാമെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി? 90 നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, ആ 90 അവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യത ഉള്ളതാരാണ്? നമുക്ക് മൂന്ന് അളവുകൾ വെച്ചിട്ടുണ്ട്. 8 6 13, 2 5 8, 5 4 9, 6 4 6 14. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ സൈഡുകൾ വന്നിട്ട് ട്രയാങ്കിളിന്റെ സൈഡ് ആകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്. ഞാനൊരു ട്രയാങ്കിൾ എടുത്തു. ഈ നീളം എ, ഇത് ബി, ഇത് സി എന്ന് എടുത്തു. സി ആണ് ഇവിടെ ഏറ്റവും നീളം കൂടിയ വശം. ഓക്കെ, അപ്പോൾ എയും ബിയും ചെറിയ രണ്ട് അളവുകളാണ്. ചെറിയ രണ്ടുപേരെ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ വാല്യൂവിനേക്കാളും വലുത് കിട്ടണം. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ചെറിയ വാല്യൂസ് കൂട്ടുമ്പോൾ വലിയ സൈഡിനേക്കാളും വലുത് കിട്ടിയാൽ അത് ത്രികോണത്തിന്റെ വശങ്ങൾ ആകാം. ഇവിടെ നമുക്കൊരു ചോദ്യം ചെയ്യുമ്പോൾ ഇത് പക്കയായിട്ട് എല്ലാവരും ക്ലിയർ ആവും. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. താഴെ നിന്ന് മുകളിലേക്ക് പോവാം. ആദ്യത്തെ ഓപ്ഷൻ 4 6 14. സോ ചെറിയ രണ്ട് വാല്യൂസ് 4 6 അല്ലേ, അവരെ തമ്മിൽ കൂട്ടുക. 4 + 6 എത്ര കിട്ടും? 10 കിട്ടും. ഇവിടെ വലിയ വാല്യൂ എത്രയാണ്? 14. 10 എന്ന് പറയുന്നത് 14നേക്കാളും വലുതാണോ? അല്ല. അപ്പൊ ഇത് എന്താകാൻ പറ്റത്തില്ല? ട്രയാങ്കിളിന്റെ സൈഡ് ആകാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ 5 4 9. 5 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. 9 9നേക്കാളും വലുതാണോ? അല്ല, ഈക്വൽ ആണ് അല്ലേ. അപ്പൊ അതും ട്രയാങ്കിളിന്റെ സൈഡ് ആകാൻ പറ്റത്തില്ല. മൂന്നാമത്തെ ഓപ്ഷൻ 2 5. അവിടെ എത്ര ഉണ്ട്? 8 ഉണ്ട്. 2 5 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടത്തുള്ളൂ? 7 കിട്ടത്തുള്ളൂ. അത് 8നേക്കാളും വലുതാണോ? അല്ല. അപ്പൊ അതും പറ്റത്തില്ല. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ 8 6 കൂട്ടിയാൽ എത്ര കിട്ടും? 8 + 6 14. ഇനി ഇവിടെ ഉള്ള നമ്പർ എത്രയാണ്? 13. 13നേക്കാളും വലുതല്ലേ 14? അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ 2 3 സൈഡ് തന്നിട്ട് ട്രയാങ്കിളിന്റെ വശമാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ചെറിയ രണ്ട് വാല്യൂസിനെ തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ വലുതിനേക്കാളും വലിയ നമ്പർ ഉത്തരം കിട്ടണം. കിട്ടുമെങ്കിൽ അത് ത്രികോണത്തിന്റെ വശങ്ങൾ ആകും. അതേ മോഡലിൽ ഒരു ചോദ്യം കൂടി, ത്രികോണത്തിന്റെ അളവുകളാകാൻ സാധ്യത ഇല്ലാത്തതാര്? താഴ്ന്നു നേരത്തെ ഉള്ളതാരെന്നായിരുന്നു ചോദ്യം, ഇവിടെ ഇല്ലാത്തതാരെന്നാണ് ചോദ്യം. നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ 7 9 14. 7 9 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 16 എന്ന് കിട്ടും ഇല്ലേ? 16.
16. 14-നേക്കാളും വലുതല്ലേ 16? അപ്പൊ അത് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആകാം. അടുത്തായിട്ട് 6 4 കൂട്ടിയാൽ 10 എന്ന് കിട്ടും. 8-നേക്കാളും വലുതല്ലേ 10? അപ്പൊ ഇതും ട്രയാങ്കിളിന്റെ സൈഡ്സ് ആകാം. 3 2 കൂട്ടിയാൽ 5 എന്ന് കിട്ടും. 4-നേക്കാളും വലുതല്ലേ 5? അപ്പൊ അതും സൈഡ്സ് ആക്കാം. ഇവിടെ ഞാൻ ചെയ്തത് ആദ്യം കിടന്ന രണ്ടുപേരെ ആഡ് ചെയ്തു എന്നല്ല. ഞാൻ തന്നിരിക്കുന്നതിനകത്ത് ചെറിയ 2 ആൾക്കാരെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ തന്നിട്ടുള്ളത് വലിയ ആളിനെക്കാളും വലുത് കിട്ടണം. ഇവിടെ നോക്കാൻ ചെറുത് 2ഉം 5ഉം 6ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും. 12-നേക്കാളും വലുതാണോ 11? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അതായത് 5 6 12 എന്നിവ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് വരാൻ പറ്റത്തില്ല. ബാക്കിയുള്ള 3 പേര് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് പോകും. നമ്മുടെ അടുത്ത ചോദ്യം, ഒരു മട്ട ത്രികോണത്തിന്റെ കർണം 10 സെന്റിമീറ്റർ, പാദം 8 സെന്റിമീറ്റർ എങ്കിൽ ലംബത്തിന്റെ നീളം എത്ര? നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറഞ്ഞു ഈ താഴെ വരുന്ന വശം അതാണ് ബേസ് അഥവാ പാദം. ഓക്കെ, ഈ കുത്തനെ വരുന്ന വശമാണ് ആൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം. ഈ ചരിഞ്ഞിരിക്കുന്ന വശം അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, അതിനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു തിയറം പറഞ്ഞു, പൈതഗോറസ് തിയറം. അഥവാ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, അതായത് ചെറിയ 2 വശങ്ങളുടെ സ്ക്വയറുകളെ എടുത്ത് കൂട്ടുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടും. അതാണ് നമ്മുടെ ഐഡിയ. അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. കർണം 10 സെന്റിമീറ്റർ, അപ്പോൾ കർണത്തിന് പകരം 10 കൊടുക്കാം. 10ന്റെ സ്ക്വയർ ഈക്വൽ ടു പാദം 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പാദത്തിന് പകരം 8ന്റെ സ്ക്വയർ പ്ലസ് ലംബം അതുപോലെ തന്നെ എഴുതി. ലംബം എനിക്ക് അറിയത്തില്ല, എനിക്ക് ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 8ന്റെ സ്ക്വയറിനെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 മൈനസ് 8ന്റെ സ്ക്വയർ 64 ഈക്വൽ ടു ലംബം സ്ക്വയർ. 100ൽ നിന്ന് 64 പോയാൽ 36. അപ്പോൾ ലംബം സ്ക്വയർ ഈക്വൽ ടു 36. ലംബം എന്ന് പറയുന്നത് റൂട്ട് 36. എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ കുറച്ച് പാറ്റേൺ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്യാൻ നമുക്ക് ഉത്തരം എടുക്കാം. 10ഉം 8ഉം വന്നു കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? 6 ആണ്. ഓക്കെ, അടുത്ത വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 6 ആയിരിക്കും. അതാണ് പറഞ്ഞത്, കുറച്ച് പാറ്റേണുകൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഒന്നാമത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 2 വശങ്ങളും 3 4 വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് 5 ആയിരിക്കും. ഓക്കെ, 3 4 5. ഇനി അവരുടെ മൾട്ടിപ്പിൾസ് ഇതുപോലെ തന്നെ വരും. അതായത് 8ഉം 10ഉം വന്നു കഴിഞ്ഞാൽ, അതായത് 5ന്റെ ഇരട്ടി 10, 4ന്റെ ഇരട്ടി 8, അങ്ങനെയെങ്കിൽ 3ന്റെ ഇരട്ടി 6. 6 8 10 എന്ന് പറയുന്നത് അടുത്തൊരു പാറ്റേൺ ആണ്. നിങ്ങൾ ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. 3 4 5 ഇതിന്റെ മൾട്ടിപ്പിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇവരെല്ലാം ഞാൻ ഇരട്ടി എടുത്തു എങ്കിലും അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സൈഡ്സ് ആയിരിക്കും. ഇവരെല്ലാം ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12, 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15. ഇതും എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ്. അപ്പോൾ ഇത് ഓർമ്മിക്കുക, ഇവരുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണോ വന്നേക്കുന്നത്? ഏതെങ്കിലും 2 വാല്യൂ. ഇവിടെ നമുക്ക് 10 8 ഉണ്ട്. 5ന്റെ ഇരട്ടി 4ന്റെ ഇരട്ടി, അങ്ങനെയെങ്കിൽ അടുത്ത 4 ആയിരിക്കും, 3ന്റെ ഇരട്ടി ആയിരിക്കും. ഇന്ന് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുവാണ്, 2 വശങ്ങള് 9ഉം 15. ഓക്കെ, അങ്ങനെയെങ്കിൽ അതായത് കർണം 15 പാദം 9, അങ്ങനെയെങ്കിൽ ലംബത്തിന്റെ വാല്യൂ എത്ര എന്ന് ചോദിക്കുമ്പോൾ 5ന്റെ 3 ഇരട്ടിയാണ് 15, 3ന്റെ 3 ഇരട്ടിയാണ് 9, അങ്ങനെയെങ്കിൽ 4ന്റെ 3 ഇരട്ടി 12 ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇനി അതുപോലെ രണ്ടാമതൊരു പാറ്റേൺ ആണ് 5 12 13. ഇതിന്റെ മൾട്ടിപ്പിൾസും ഇതേ സെയിം പ്രോപ്പർട്ടി കാണിക്കും. സോ 10 24 26 അങ്ങനെ, അതായത് 5ന്റെ ഇരട്ടി എടുത്തു, 12ന്റെ ഇരട്ടി എടുത്തു, 13ന്റെ ഇരട്ടി എടുത്തു. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്താലും അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഈ 2 പാറ്റേൺ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. 3 4 5 അതുപോലെ 5 12 13. ഈ 2 നമുക്ക് അറിയാമെങ്കിൽ തന്നേക്കുന്ന ഒരു ചോദ്യം വരുമ്പോൾ അതിനകത്ത് ഈ പാറ്റേൺ ആണോ, ഏതെങ്കിലും മൾട്ടിപ്പിൾസ് ആണോ നോക്കുക. ആണെങ്കിൽ മൂന്നാമത്തെ ആളിനെ അതേ മൾട്ടിപ്പിൾ ആക്കി തിരിച്ചെടുക്കും. ഓക്കെ, നമ്മുടെ ചോദ്യം, ഒരു ത്രികോണത്തിന്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണെങ്കിൽ ചെറിയ കോൺ എത്ര? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ എത്രയേ കിട്ടത്തുള്ളൂ? 180 കിട്ടത്തുള്ളൂ. നമുക്ക് ഇവര് 3 പേരും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 4:5:3. ഇതാണ് റേഷ്യോ. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും ചെറിയ കോണാണ്. അതായത് 3 യൂണിറ്റ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയുണ്ട്? 12 യൂണിറ്റ് ഉണ്ട്. ഇൻറ്റു 180. സിമ്പിൾ ആയിട്ട് ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4:5:3 3 യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
3 പേരോടെ കൂട്ടിയാൽ മൊത്തം എത്ര കിട്ടും? 12 കിട്ടും. ആ 12 താഴെ എഴുതുക ഇൻറ്റു 180. സോ നേരത്തെ ചെയ്തതുപോലെ 3ന്റെ ടേബിളിൽ നമുക്ക് 4 പ്രാവശ്യം, 4ന്റെ ടേബിളിൽ 4, 5. ഉത്തരം എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഒറ്റയടിക്ക് ആൻസർ ആയി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നമുക്കിവിടെ കോണുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി കോണുകൾക്ക് പകരം വശങ്ങളാണ് തരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്. ചുറ്റളവ് 120 സെന്റിമീറ്റർ എങ്കിൽ ഏറ്റവും വലിയ വശത്തിന്റെ നീളം എത്ര? നമ്മൾ നേരത്തെ ചെയ്തപോലെ നോക്കാം. 3:4:5 3:4:5 ഇതാണ് റേഷ്യോ. വലിയ വശമാണ് ചോദിച്ചിരുന്നത്. സോ വലിയ റേഷ്യോ എടുക്കുക. 5 യൂണിറ്റ് ഡിവൈഡ് ബൈ മൊത്തം എത്രയുണ്ട്? 5ഉം 3ഉം 8ഉം 4ഉം 12 യൂണിറ്റ് ഉണ്ട്. ഇൻറ്റു ടോട്ടൽ എത്രയാണ്? ചുറ്റളവ് 120. 12ഉം 12ഉം വെട്ടാം, 10 കിട്ടും. 10 × 5 50 സെന്റിമീറ്റർ കഴിഞ്ഞു. അപ്പോൾ കോണളവിന്റെ കാര്യം വന്നാലും അതുപോലെ തന്നെ ചുറ്റളവ് തന്നിട്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഒരേ മെത്തേഡ്. ആവശ്യമുള്ള ആളുടെ റേഷ്യോ മുകളിൽ എഴുതുക, എല്ലാവരെയും കൂടെ കൂട്ടി എന്ത് ചെയ്യുക? താഴെ എഴുതുക. ഇൻറ്റു തന്നിട്ടുള്ള വാല്യൂ. കോണളവ് പറയുമ്പോൾ ചോദ്യത്തിൽ കോണളവ് തന്നിട്ടില്ല, അവിടെ എത്ര എടുക്കണം? 180 എടുക്കണം. ഇനി അഥവാ വശങ്ങളാണെങ്കിൽ ചുറ്റളവ് എല്ലായ്പ്പോഴും തന്നിരിക്കും. ഓക്കെ, ആ ചുറ്റളവിനെ എടുത്ത് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സമപാർശ്വ ത്രികോണത്തിന്റെ നീളം കൂടിയ വശം 10 സെന്റിമീറ്റർ, ചുറ്റളവ് 22 സെന്റിമീറ്റർ എങ്കിൽ മറ്റു വശങ്ങളുടെ നീളം എത്ര? നമുക്ക് സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നറിയാം. നീളം കൂടിയ വശം 10 സെന്റിമീറ്റർ, ഇത് മൂന്നാമത്തെ വശം 10 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ വ്യത്യസ്തമായ ഒരു വശം, അതിനാണ് നീളം കൂടിയ വശം ഉദ്ദേശിക്കുന്നത്. അതുപോയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 22 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഞാൻ ഈ വശത്തിനെ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. കാരണം ആ രണ്ട് വശങ്ങളുടെ നീളം തുല്യമാണ്. എനിക്ക് ചുറ്റളവ് എത്രയാണ്? 22 സെന്റിമീറ്റർ. അപ്പോൾ എക്സ് പ്ലസ് 10 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 22 കിട്ടണം. എക്സും എക്സും കൂട്ടുമ്പോൾ എത്ര എക്സ് ആവും? 2x പ്ലസ് 10 ഈക്വൽ ടു 22 പ്ലസ് 10 ഈക്വലിന്റെ അപ്പുറത്തേക്ക് -10 ആവും. 2x ഈക്വൽ ടു 22 - 10 2x ഈക്വൽ ടു 12. ഈ രണ്ടിനെ ഇവിടേക്ക് കൊണ്ടുവരാം, ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ x ഈക്വൽ ടു 12/2 6 എന്ന് കിട്ടും. ഇതിപ്പോ എല്ലാ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നമുക്ക് മനസ്സിൽ വേണമെങ്കിൽ ചെയ്ത് ഉത്തരം എടുക്കാം. 22 10 പോയാൽ ബാക്കി എത്രയുണ്ട്? 12 ഉണ്ട്. അതിനെ പകുതിയാക്കുക. അപ്പോൾ സമപാർശ്വ ത്രികോണം വരുമ്പോൾ രണ്ട് വശങ്ങൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു ലോജിക്കിൽ നിന്ന് തുടങ്ങാൻ അവിടെ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്നേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, എക്സ് എന്നേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതേ ചോദ്യം ഒരല്പം മാറ്റി ചോദിക്കുകയാണ്. അതായത് ഈ കൂടിയ വശം 10 എന്ന് പറയുന്നതിന് പകരം തുല്യമായിട്ടുള്ള വശങ്ങളുടെ നീളം 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരുന്നത് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടെയും 10 വരും, ഇവിടെയും 10 വരും, ഇല്ലേ? ഇനി അതുപോലെ ചുറ്റളവ് 22 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വശം എത്ര എന്ന് ചോദിക്കുമ്പോൾ 10ഉം 10ഉം കൂട്ടിയാൽ ഇപ്പോൾ ഓൾറെഡി എത്രയായി? 20 ആയി. എനിക്ക് ചുറ്റളവ് മൊത്തം എത്രയേ ഉള്ളൂ? 22 ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇനി എത്ര ഇവിടെ ബാക്കി വരും? 2 സെന്റിമീറ്റർ ഇവിടെ വരും. ഓക്കെ, 10 ആയി കൂട്ടുമ്പോൾ 20 ആയി, ബാക്കിയുള്ള 2 അവിടെ വരും. ക്ലിയർ അല്ലേ? നമുക്ക് 1-2 ചോദ്യങ്ങൾ കൂടി നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ എങ്കിൽ വിസ്തീർണം എത്ര? സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്കറിയാം, എല്ലാ വശവും എന്തായിരിക്കും? തുല്യ നീളമായിരിക്കും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3a²/4. ഓക്കെ, √3a²/4. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് √3a²/4. a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തിന്റെ നീളം, അതോടെ എത്ര എന്ന് പറയുന്നുണ്ട്? 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ √3 × 8ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4. 8ന്റെ സ്ക്വയർ എടുക്കുന്നതിന് പകരം ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. √3 × 8 ഡിവൈഡ് ബൈ 4, ഇല്ലേ? 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8നെ 2 തവണ എഴുതി കുടിച്ചാൽ മതി. 4ഉം 8ഉം 2 പ്രാവശ്യം. സോ 2 × 8 16 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് എന്റെ ഉത്തരം. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ √3a²/4. a എന്ന് പറയുന്ന ഒരു വശത്തിന്റെ നീളം. ആംഗിൾ ABCL AB = AC. ആംഗിൾ A = 70 ഡിഗ്രി എങ്കിൽ മറ്റ് രണ്ട് കോണുകൾ എത്ര? ഞാൻ ഒരു ത്രികോണം ഇവിടെ വരയ്ക്കുന്നു. ABC. AB-യുടെ നീളവും AC യുടെ നീളവും ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അങ്ങനെയെങ്കിൽ എന്തെന്ന് പറയാം? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയാം. സമപാർശ്വ ത്രികോണങ്ങളുടെ ഒരുപോലുള്ള വശങ്ങളുടെ എതിരെ വരുന്ന കോണളവുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 70 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ മൊത്തം 180 ആണെന്ന് അറിയാം. ആ 180-ൽ നിന്ന് ഈ 70-നെ മാറ്റാം.
മാറ്റിയതിനു ശേഷം എത്ര കിട്ടുമോ അതിന് രണ്ടുപേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക ഇല്ലേ. അപ്പോൾ 180-ൽ നിന്ന് 70-നെ മാറ്റുക, എത്ര കിട്ടും? 110 കിട്ടും. അതായത് ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് എത്ര ഡിഗ്രി ഉണ്ട്? 110 ഡിഗ്രി ഉണ്ട്. രണ്ടുപേരും തുല്യമായതുകൊണ്ട് 110-നെ തുല്യമായിട്ട് ഭാഗിക്കുക, 2 പീസാക്കുക. സോ 55 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഓരോ കോണും എത്ര ഡിഗ്രി വീതം? 55 ഡിഗ്രി വീതം. ഞാനിവിടെ ഒരു മോഡലിൽ ഒരു ചോദ്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഓരോ ചോദ്യവും ഓരോ മോഡലാണ് ചെയ്യുന്നത്. അത് മാക്സിമം സമയത്തിൽ, അതായത് മാക്സിമം കുറഞ്ഞ സമയത്തിൽ മാക്സിമം കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഓരോ മോഡലിൽ ഒരു ചോദ്യം വീതം ചെയ്യുന്നത്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ് നമ്മൾ ചെയ്തതൊക്കെ മുമ്പ് വിഒയ്ക്കും അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിനൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മോഡൽ ചുമ്മാ നമ്പർ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ സ്വയമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ത്രികോണത്തിന്റെ ഒരു വശം 60 സെന്റിമീറ്റർ, എതിർ മൂലയിൽ നിന്നും ഈ വശത്തേക്കുള്ള ലംബ ദൂരം 25 സെന്റിമീറ്റർ എങ്കിൽ വിസ്തീർണം എത്ര? മുൻപ് LGS ചോദിച്ചൊരു ചോദ്യമാണ്. റഫായിട്ടൊരു ഫിഗർ വരച്ച് നോക്കാം. ഒരു വശത്തിന്റെ നീളം 60 സെന്റിമീറ്റർ, എതിർ മൂലയിൽ നിന്നും ഈ വശത്തേക്ക് ലംബമായിട്ടുള്ള ദൂരം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതെത്ര? 25. ഓക്കെ, ഇങ്ങനെ എതിർ മൂലയിൽ നിന്ന് ലംബമായിട്ട് വരയ്ക്കുന്ന നീളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈറ്റ്. ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഈ താഴെ ഇരിക്കുന്ന വശത്തെ വിളിക്കുന്ന പേരാണ് ബേസ്. അപ്പൊ ബേസുമായി ഹൈറ്റുമായി. എന്റെ ഒരു ചോദ്യം വിസ്തീർണമാണ് അഥവാ ഏരിയ. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇല്ലേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡേറ്റയും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഒന്നുകൂടി ചോദ്യം മനസ്സിലാക്കാം. ഒരു വശം 60 സെന്റിമീറ്റർ, എതിർ മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ബേസിലേക്ക് പെർപെൻഡിക്കുലർ ആയി ലംബമായി വരയ്ക്കുന്ന വരയുടെ നീളമാണ് എത്ര? 25 സെന്റിമീറ്റർ. അതായത് ഹൈറ്റ് ആണ് 25 സെന്റിമീറ്റർ. സോ ഹാഫ് ഇൻറ്റു 60 ഇൻറ്റു 25, രണ്ടും 60 ഡിവൈഡ് ചെയ്യുക 30 പ്രാവശ്യം. 3 ഇൻറ്റു 25 75, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, 750 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിളിന്റെ വിസ്തീർണമാണ് 750 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം 400√3 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര? അപ്പോൾ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട്, ചുറ്റളവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ വിസ്തീർണം ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് √3a²/4. അതല്ലേ ഇക്വേഷൻ അല്ലേ? അതെന്ന് പറയുന്നത് എത്രയാണ്? 400√3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ചുറ്റളവാണ് എന്റെ ചോദ്യം. സോ ഒരു വശം എ എങ്കിൽ എല്ലാ വശവും എ തന്നെ ഇല്ലേ. അപ്പോൾ 3 കൂട്ടുമ്പോൾ 3a അല്ലെ. ചുറ്റളവ് ചുറ്റുമുള്ള അളവ് എല്ലാവരും കൂട്ടുമ്പോൾ 3a. അപ്പൊ ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അതേ ഇൻറ്റു 3 ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ഈ √3 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ √3 ന്യൂമറേറ്ററിലാണ്, അവിടെ പോകുമ്പോൾ ഡിനോമിനേറ്ററിലാണ്. നമുക്ക് അങ്ങനെ ഒന്ന് എഴുതണ്ട, അതിന് പകരത്തെ ഇത്രയും നോക്കിയാൽ മതി. ഈക്വൽ ടുവിന്റെ ഇടതുവശത്തും വലതുവശത്തും √3 എന്നുണ്ട്, മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ അവരെ തമ്മിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി a²/4 ഈക്വൽ ടു 400. അപ്പൊ a² ഈക്വൽ ടു ഡിവൈഡ് ബൈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 4 ആവും. 400 × 4 a² ഈക്വൽ ടു 1600. അപ്പൊ a ഈക്വൽ ടു √1600. എത്ര കിട്ടും? 16ന്റെ റൂട്ട് എത്രയാണ്? 4. 2 0 എത്ര 0 ആവും? 1 0 ആവും. അപ്പൊ 40 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ 40. എനിക്ക് വേണ്ടത് എന്താണ്? 3a. സോ 3a ഈക്വൽ ടു 3 × 40 ഈക്വൽ ടു 120 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ചെയ്തത് ഒന്നാമത്തെ സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മോഡലിൽ ഒരു ചോദ്യം വെച്ച് ഞാൻ ചെയ്തോളൂ. കാരണം ഒരുപാട് ചെയ്യുമ്പോൾ അതനുസരിച്ച് വീഡിയോ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ചോദ്യങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേറെ നമ്പർ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? നമ്പറുകൾ ഇട്ടിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നെറ്റിൽ നിന്ന് ഇഷ്ടം പോലെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം? ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കിയുമായിട്ട് മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.